സാധാരണയുള്ള എല്ലാ മത്സര പരീക്ഷകളിലും കോമൺ ആയ ഒരു ടോപ്പിക്കാണ് ക്ലോക്ക്. നിങ്ങൾക്ക് പലതരം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. ഉദാഹരണത്തിന് ക്ലോക്കിൽ സമയം 8:15 ആകുമ്പോൾ മിറർ ഇമേജ് എത്രയായിരിക്കും? പ്രതിബിംബ സമയം എത്രയാണ്? ക്ലോക്കിൽ 12:20 ആകുമ്പോൾ മിറർ ഇമേജ് എത്ര? ക്ലോക്കിൽ 7 മണിയാകുമ്പോൾ മിറർ ഇമേജ് എത്ര? കൂടാതെ ഒരു ദിവസം എത്ര പ്രാവശ്യം ക്ലോക്കിലെ സമയവും മിറർ ഇമേജും ഒരേ സമയമായിരിക്കും? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ ക്ലോക്കിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യ ഭാഗമായ ഇന്ന് നാം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, 11 എന്ന നമ്പറിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിലെ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. 11 എന്ന നമ്പറിനേക്കാൾ ചെറിയ നമ്പറുകൾ, 11 എന്ന നമ്പറിനേക്കാൾ വലിയ നമ്പറുകൾ എന്ന് തുടങ്ങി നമുക്ക് ഇതിനെ 3 ക്ലാസ്സുകളാക്കി തിരിക്കാം. ഒന്ന് 11 കുറവ്, 11 കുറവ്. മറ്റൊന്ന് 11 കൂടുതൽ, 11 കൂടുതൽ. കൂടാതെ മൂന്നാമത്തെ സെക്ഷൻ കൃത്യമണിക്കൂറുകൾ, അതായത് മിനിറ്റ് ഇല്ല എന്നർത്ഥം, കൃത്യം മണിക്കൂർ മാത്രമായിട്ട് പറയുകയാണെങ്കിൽ ഈ 3 സെക്ഷൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് നോക്കാം. ഒന്ന് 11 കുറവാണ് നിങ്ങളുടെ സമയമെങ്കിൽ, 11 എന്ന നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കേണ്ടത് 11:60 നിന്നാണ്. 11 മണി 60 മിനിറ്റ്, അതായത് 12 മണി എന്നർത്ഥം. 24 നിന്ന് കുറച്ചാൽ നിങ്ങൾക്ക് അത് റെയിൽവേ ടൈമിലേക്ക് മാറും, അത് വീണ്ടും കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് 11:60 നിന്ന് 12 നിന്ന് കുറയ്ക്കാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് 7:20 എന്ന സമയത്തിന്റെ മിറർ ഇമേജ് കാണുക എന്ന് പറഞ്ഞാൽ ഇത് 7:20 എന്ന് പറയുന്നത് 11 കുറവാണ് അല്ലേ? എങ്കിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? 11:60 നിന്ന് ഈ 7:20 കുറയ്ക്കണം. പല മക്കളും ഇത് 11.60 എന്ന് വായിക്കാറുണ്ട്. ഇത് തെറ്റാണ്. 11 ഡെസിബൽ എന്ന് പറയുന്നത് മറ്റൊരു സെക്ഷനാണ്. അത് ഇതിന്റെ അർത്ഥം ഇത് 60 അല്ല, ഇത് 60 മിനിറ്റ്, ഇത് 11 മണിക്കൂർ എന്നുള്ളതാണ്. അത് ഡെസിമലും ഒക്കെ ആയിട്ട് മാറ്റേണ്ട. ഞാൻ സിമ്പിൾ ഉപയോഗിച്ചത് ശ്രദ്ധിക്കാം. ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 60 മിനിറ്റിൽ നിന്ന് 20 മിനിറ്റ് മൈനസ് ചെയ്താൽ 40 മിനിറ്റും, 11 മണിക്കൂറിൽ നിന്ന് 7 മണിക്കൂർ മൈനസ് ചെയ്താൽ 4 മണിക്കൂറുമാണ്. അതായത് 4:40 ആയിരിക്കും മിറർ ഇമേജ് വരുന്നത്. മനസ്സിലായല്ലോ? പ്രതിബിംബ സമയം 4:40 ആയിരിക്കും. ഒരെണ്ണം കൂടി പരിശോധിക്കാം. നോക്കൂ, നമുക്ക് കിട്ടുന്നത് 1:55 ആകുമ്പോൾ പ്രതിബിംബ സമയം എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിനെ 11:60 നിന്ന് 1:55 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 60 മിനിറ്റിൽ നിന്ന് 55 മിനിറ്റ് മൈനസ് ചെയ്യുമ്പോൾ 5 മിനിറ്റും 11 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 10ഉമാണ്. അതായത് നിങ്ങൾക്ക് മിറർ ഇമേജ് കിട്ടുന്നത് 10:05 ആയിരിക്കും. അതായത് 1:55ന്റെ മിറർ ഇമേജ് 10:05 ആയിരിക്കും. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ടൈപ്പ് നോക്കൂ. 11 കൂടുതലാണ് നിങ്ങൾക്ക് തന്ന സമയമെങ്കിൽ നിങ്ങൾ കുറയ്ക്കേണ്ടത് 23:60 നിന്നാണ്. അതായത് 24 മണി, 23:60 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൈനസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 12:25 എന്ന സമയത്തിന്റെ മിറർ ഇമേജ് കാണുക എന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് 23:60 നിന്ന് എത്ര കുറയ്ക്കണം? തന്ന സമയം 12:25 കുറയ്ക്കണം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 60 നിന്ന് 25 കുറയ്ക്കണം അല്ലേ? കുറയ്ക്കാൻ അറിയാലോ അല്ലേ? എത്ര വരും? 35 മിനിറ്റും അതുപോലെ 11 മണി 35 മിനിറ്റ് ആയിരിക്കും കിട്ടുക. രണ്ടാമതായിട്ട് ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു 12 മണിയുടെ മിറർ ഇമേജ് എത്രയായിരിക്കും നോക്കാം. നമ്മൾ ഇതേപോലെ 23:60 നിന്ന് 12 മൈനസ് ചെയ്തു. സമയം മിനിറ്റ് ഇല്ല, 00 എങ്കിൽ 60 എത്ര? 11:60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മണി തന്നെ അല്ലേ? 12 മണിയുടെ മിറർ ഇമേജ് 12 തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ രണ്ട് എക്സാമ്പിളാണ് ഇവിടെ ചെയ്തത്. 11 കൂടുതൽ
കൂടുതലാണെങ്കിൽ നിങ്ങൾ 23:60 നിന്ന് മൈനസ് ചെയ്യുക. ഇനി കൃത്യം മണിക്കൂറാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ മിനിറ്റ് ഇല്ലാതെ 8 മണി, 7 മണി, 6 മണി, 5 മണി, 4 മണി ഇങ്ങനെ കൃത്യം മണിക്കൂറാണെങ്കിൽ നിങ്ങൾ 12 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഉദാഹരണം നോക്കാം. 4 മണി, 4 മണിയുടെ മിനിറ്റ് ഇല്ല, 4 മണിക്കൂർ മാത്രം. 4 മണി എന്നുള്ള സമയത്തിന്റെ മിറർ ഇമേജ് കിട്ടുന്നതിന് 12 നിന്ന് 4 മൈനസ് ചെയ്താൽ മതി. അതായത് 8 മണിയായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ മിറർ ഇമേജ് വരുന്നത്. റിഫ്ലക്ഷൻ ടൈം എന്ന് പറയുന്നത് 4 മണിയുടെ റിഫ്ലക്ഷൻ ഇമേജ് 8 മണിയായിരിക്കും. സിമ്പിൾ അല്ലേ? വേറൊരു ഉദാഹരണം നോക്കാം. 10 മണി, 10 മണിയുടെ കിട്ടുന്നതിന് 12 നിന്ന് 10 മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 2 മണിയാണ് വരിക. അതായത് നമുക്ക് 10 മണി എന്ന് പറയുന്നതിൻ്റെ മിറർ ഇമേജ് 2 മണിയായിരിക്കും. ഇപ്പൊ 3 ടൈപ്പാണ് നമ്മൾ ചർച്ച ചെയ്തത്. 11 കുറവ്, 11 എന്ന നമ്പറിനേക്കാൾ 11 കഴിഞ്ഞു വരുന്ന സമയം എന്നല്ല അതിൻ്റെ അർത്ഥം. 11 എന്ന നമ്പറിനേക്കാൾ കുറവാണ് നിങ്ങൾക്ക് തന്ന സമയത്തിലെ നമ്പർ എങ്കിൽ നിങ്ങൾക്ക് 11:60 നിന്ന് തന്ന സമയം മൈനസ് ചെയ്യൂ. സിമ്പിൾ അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് റിഫ്ലക്ഷൻ അതായത് മിറർ ഇമേജ് കിട്ടും അല്ലേ? ക്ലോക്ക് കൊണ്ടുപോയി മിററിൽ കാണിച്ചാൽ കിട്ടുന്ന സമയമാണ്. അതിൽ കാണിക്കുന്ന സമയമാണ് മിറർ ഇമേജ്. ഈ സമയത്തിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി 11 കൂടുതലാണെങ്കിൽ 11 എന്ന നമ്പറിനേക്കാൾ വലുതാണ് നിങ്ങൾക്ക് തന്ന സമയത്തിലെ നമ്പർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 23:60 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? മൂന്നാമത് പറഞ്ഞത് കൃത്യ മണിക്കൂറാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ, മിനിറ്റ് ഇല്ല, അങ്ങനെയുള്ള ഒരു സമയമാണ് തന്നതെങ്കിൽ നിങ്ങൾ 12 നിന്ന് മൈനസ് ചെയ്താൽ മതി. മിനിറ്റ് ഇല്ലല്ലോ, 12 നിന്ന് മൈനസ് ചെയ്താൽ മതി. എങ്കിൽ 12 നിന്ന് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് സമയം ഇതിൻ്റെ മിറർ ഇമേജ് കിട്ടും. ഇതെല്ലാം നമുക്ക് 24 നിന്ന് മാത്രം മൈനസ് ചെയ്താൽ ഇതെല്ലാം കിട്ടും, ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. പക്ഷേ അവിടെ പ്രശ്നമുള്ളത് നമുക്ക് റെയിൽവേ ടൈം ആയിരിക്കും കിട്ടുക അല്ലേ? റെയിൽവേ ടൈം മാറ്റി നമ്മുടെ സമയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. റെയിൽവേ ടൈം ആണ് ചോദിച്ചെങ്കിൽ 23:60 നിന്ന് മൈനസ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ടൈമാണ് ചോദിക്കുന്നതെങ്കിൽ, 12 മണിക്കൂർ ക്ലോക്കിൻ്റെ സമയമാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുകയാണ് നല്ലത് എന്ന് തോന്നുന്നു. ക്ലിയർ? അപ്പോൾ ഇതിൽ നമ്മൾ മറ്റൊരു പോയിന്റാണ് ഇവിടെ പറയാനുള്ളത്. ലാസ്റ്റ് നമ്മളിവിടെ 12 മണി, ഇവിടെ ഒരു 6 മണിയുടെ മിറർ ഇമേജ് നോക്കുകയാണെങ്കിൽ 12 മൈനസ് 6 എന്ന് തന്നെ വരും. 6 മണിയുടെ നോക്കുകയാണെങ്കിൽ 6 തന്നെ അതിൻ്റെ മിറർ ഇമേജ് വരും. ആ ഒരു പോയിന്റാണ് ലാസ്റ്റ് പറയാനുള്ളത്. അതായത് 2 ടൈമിലെ ക്ലോക്കിലെ സമയവും യഥാർത്ഥ സമയവും മിറർ ഇമേജും സെയിം ആയിരിക്കും. ഏതാണെന്ന് ഇപ്പോൾ കണ്ടല്ലോ അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് 12 മണിയുടെയും മറ്റൊന്ന് 6 മണിയുടെയും. 12 മണിക്കും 6 മണിക്കും നിങ്ങൾക്ക് യഥാർത്ഥ സമയം തന്നെയായിരിക്കും മിററിലും കാണിക്കുന്നത് അല്ലേ? കണ്ണാടിയിലും അതേ സമയം തന്നെയാണ്. കണ്ണാടിയിലെ പ്രതിബിംബ സമയവും ക്ലോക്കിലെ യഥാർത്ഥ സമയവും ഒരേപോലെ ആയിരിക്കും. അത് ഏതൊക്കെ 2 സമയങ്ങളിൽ? 6 മണിക്കും 12 മണിക്കും. ഓർമ്മ ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം പ്രതിബിംബ സമയവും യഥാർത്ഥ സമയവും സെയിം ആയിരിക്കും? ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം 24 മണിക്കൂറിൽ എത്ര പ്രാവശ്യം ഈ 6 മണിയും 12 മണിയും വരും നോക്കുക? 4 പ്രാവശ്യം അല്ലേ? അതായത് 4 പ്രാവശ്യം ക്ലോക്കിലെ യഥാർത്ഥ സമയവും പ്രതിബിംബ സമയവും സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ അല്ലേ? ചെറിയൊരു ക്ലാസ്സാണ്. ക്ലോക്കിലെ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.